ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ മാവുകളിൽ എങ്ങനെ എളുപ്പത്തിൽ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒരു വലിയ മാവിൽ തന്നെ ഒന്നിലധികം ഇനം മാങ്ങകൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് മൾട്ടിഗ്രാഫ്റ്റിംഗ്. ആദ്യമായി നമ്മൾ റൂട്ട് സ്റ്റോക്കിനായി തിരഞ്ഞെടുത്ത മാവിൻ തൈയുടെ മുകൾ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റണം. അതിൻ്റെ മെയിൻ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കട്ട് ചെയ്തതിന് ശേഷം ഈ മുറിച്ച ഭാഗത്താണ് നമ്മൾ പുതിയ ഇനം ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബഡ് തൈയുടെയും അതുപോലെ റൂട്ട് സ്റ്റോക്കിൻ്റെയും തൊലി ഏകദേശം 6 ഇഞ്ച് നീളത്തിൽ വശങ്ങളിൽ നിന്ന് ചെറുതായി ഒന്ന് ചെത്തി മാറ്റുക. ഉള്ളിലെ കാമ്പിയം ലെയർ കാണുന്ന ഇതുവരെ നമ്മൾ പുറത്ത് കാണുന്നത് വരെ ഈ രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഇങ്ങനെ ചെത്തി മാറ്റിയ 2 ഭാഗങ്ങളും തമ്മിൽ കൃത്യമായി ചേർത്ത് വെക്കുക. ഗ്യാപ്പുകൾ ഒന്നുമില്ലാതെ ഉറപ്പിച്ചു നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു ഗ്രാഫ്റ്റിംഗ് ടേപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ വള്ളിയോ ഉപയോഗിച്ച് നല്ല ബലത്തിൽ ചുറ്റിക്കെട്ടുക. വെള്ളമോ മറ്റ് കീടങ്ങളോ ഇതിനകത്തേക്ക് കടക്കാൻ പാടുള്ളതല്ല. അതിനായി നമുക്ക് അതിൻ്റെ പുറത്ത് വാക്സ് പോലത്തെ എന്തെങ്കിലും പുരട്ടി വെച്ചാൽ അത് തടയാവുന്നതാണ്. നന്നായി കെട്ടിവെച്ചതിന് ശേഷം ഏകദേശം 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഈ 2 ഭാഗങ്ങളും തമ്മിൽ നന്നായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഒട്ടിപ്പിടിക്കുന്നത് വരെ നമ്മൾ വെക്കുന്ന തൈമാവിൻ്റെ ബാഗ് നമ്മൾ നനച്ചു കൊടുക്കേണ്ടതാണ്. ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ വലിയ മാവിൽ നിന്നും ന്യൂട്രിയൻസ് ഇതിലേക്ക് പുഷ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിലേക്ക് പിന്നെ നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗ്രാഫ്റ്റിംഗ് വിജയിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം ബഡ് തൈയുടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴെ ഭാഗത്തായി സാവധാനം മുറിച്ചു മാറ്റാം. 2-3 പ്രാവശ്യമായിട്ട് അത് മുറിച്ചു മാറ്റാൻ പാടുള്ളൂ. അപ്പോഴേക്കും റൂട്ട് സ്റ്റോക്കിലൂടെ പുതിയ ഇനം വളരാൻ തുടങ്ങും. റൂട്ട് സ്റ്റോക്കിലേക്ക് നന്നായി ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ബാഗിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ വണ്ണം കൂടിയിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അത് റൂട്ട് സ്റ്റോക്കിൽ നിന്നും ന്യൂട്രിയൻസ് ഇതിലേക്ക് പുഷ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആ സമയത്താണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ബാഗിൻ്റെ ഭാഗം മുറിച്ച് മാറ്റുന്നത്. ഇങ്ങനെ മുറിച്ച് മാറ്റുന്ന ഭാഗം നമുക്ക് വീണ്ടും കിളിർപ്പിച്ച്, അത് ബഡിൻ്റെ ഭാഗം അതിൽ ബാലൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത ബാഗിൽ ബഡിൻ്റെ ബാലൻസ് ഉള്ളത് കൊണ്ട് അതിൽ നിന്നും കിളിർത്ത് വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും നടാനോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഏതെങ്കിലും മാവിൽ വെച്ച് പിടിപ്പിക്കാനോ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൊണ്ട് ഒരു നഷ്ടം സംഭവിക്കുന്നില്ല. ഗുണമേന്മയില്ലാത്ത മാവിൻ തൈകളെ നമുക്ക് പൂർണ്ണമായി വെട്ടി മാറ്റാതെ തന്നെ ഇതുപോലെ 3-4 ഇനങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ മാവിൽ നിന്ന് തന്നെ നമുക്ക് 3-4 സ്വാദോട് കൂടിയ മാങ്ങകൾ ലഭിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നേരത്തെ കായ്ക്കുന്നതും വൈകി കായ്ക്കുന്നതുമായ മാവുകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും ഇതിൽ നിന്ന് മാങ്ങ കിട്ടുകയും ചെയ്യും. അത് തന്നെയുമല്ല, ഈ രീതി
നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും സ്ഥലപരിമിതി ഉള്ളവർക്കും ഇത് ഒരു നല്ല രീതിയാണ്. ഇത് കായ്ച്ച് കാണുമ്പോൾ കാണുന്നവർക്ക് ഒരു കൗതുകവുമായിരിക്കും ഈ രീതി. ഇത്രയും ലളിതമായി നമുക്ക് മാവിൽ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യാവുന്ന രീതി മറ്റൊന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കൃഷിരീതിയുമായി വീണ്ടും നമുക്ക് കാണാം.